എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പക്ഷേ വലിയ സംഭവമൊന്നുമല്ല, എനിക്ക് വലിയതായിട്ടൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല ഈ വീഡിയോ. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. കാരണം കാലമായത് എനിക്ക് എടുക്കാൻ ഒത്തിരി പരിമിതികളുണ്ട്. അപ്പം രാവിലെ എണ്ണീറ്റ പകുതി ക്ലിയറായിട്ടിരിക്കുന്ന തന്നെയാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമുക്കിനി നേരെ പോയി പല്ലൊക്കെ തേക്കാം ഗൈസ്. സോ രാവിലെ നമ്മൾ എണ്ണീറ്റ് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതിലേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡൊക്കെ ഇങ്ങനെ വിരിച്ചിടും. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടിയിലൊക്കെ പോകത്തുള്ളൂ. അപ്പം അത്രയും പണി നമുക്ക് വേഗം തന്നെ കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ രാവിലെ എണ്ണീറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളതങ്ങ് ചെയ്താൽ നമുക്ക് പിന്നെ റൂമിലേക്ക് വരുമ്പോൾ അതങ്ങനെ കിടക്കുന്നത് കാണണ്ടല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ താഴത്തേക്ക് പോകണം. കാരണം നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യണമല്ലോ. സോ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം ഞാനാണെങ്കിൽ സ്റ്റെപ്പൊന്നും കയറിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം വന്നിട്ടൊരു 2-2.5 ആഴ്ചയായിട്ട് ഞാൻ ഒറ്റ കിടപ്പ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പിന്നെ ഡോക്ടർ പറഞ്ഞത് പതുക്കെ നടക്ക്, സ്റ്റെപ്പൊക്കെ കയറുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം അങ്ങനെ നോക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ കിടന്നാൽ പറ്റത്തില്ല, നമുക്ക് കാലനൊക്കെ ഉണ്ട്. അപ്പം ചെറുതായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി. എന്നാലും ഇപ്പം എനിക്ക് ഇടയ്ക്ക് നടക്കുമ്പോൾ എന്താ പറയുക, ബാലൻസ് വിടുന്ന പോലെയൊക്കെ തോന്നും. അപ്പം എനിക്ക് ചെറുതായിട്ട് പിടിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇനി നേരെ പോയി പല്ലേക്കാം. പല്ലേക്കാതെ എനിക്ക് ബോധം വരത്തില്ല. അതായത് അപ്പം ഞാൻ പല്ല് കഴിച്ചിട്ട് പൊതുവേ ഞാൻ എണ്ണീറ്റാൽ എനിക്ക് രാവിലെ ആരോടും മിണ്ടാനോ അങ്ങനെയൊന്നും എനിക്കൊരു മൂഡില്ല. ഞാൻ പകുതി കിളിയായിരിക്കും. എനിക്ക് മുഖം കഴുകുന്നവരെ എനിക്ക് ആരോടും മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ഞാൻ മിണ്ടാൻ നോക്കിയതാണ്, പക്ഷേ പാളിപ്പോയി. പിന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ടൊന്നും എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ കഴുകത്തില്ല. ചില സമയത്ത് മൂടുണ്ടെങ്കിൽ കഴുകും, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം മാത്രം ഇട്ട് കഴുകും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. പിന്നെ ഞാൻ എന്താ പറയുന്നത്, ഇത് മുന്നേ മുതൽ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആയിരുന്നത്. പിന്നെ ഇത് എൻ്റെ അല്ല, ഇത് എൻ്റെ ചേച്ചിയുടെയാണ്. സോ അവളുടെ ഇത് ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ എടുത്ത് യൂസ് ചെയ്ത്. ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് നമുക്ക് എല്ലാം സെറ്റായത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കഴിക്കാം. ഫസ്റ്റ് പരിപാടി കഴിക്കൽ. ഓക്കെ ഗൈസ്, ഇന്ന് ഒരു രാവിലെ തന്നെ നമുക്ക് തൊജമഞ്ചൻ ഇവിടെ എണ്ണീറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് തൊജമഞ്ചൻ കിടതാപ്പ് കിടക്കുന്ന കണ്ടോ. ഇങ്ങനെ പതുക്കെ ഇനി നടന്നു പോകണം. ഇതാണ് ടാസ്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇവിടെ ആരും ഇല്ല. അവരെല്ലാം അമ്പലത്തിൽ പോയി. അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ എനിക്ക് ഫുഡൊക്കെ തന്നിട്ടായിരുന്നു അവർ പോകുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ ഫുഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഐ ക്യാൻ സീ. അപ്പോൾ നമ്മൾ അതെടുത്ത് കഴിക്കണം. പിന്നെ ഭയങ്കര അല്ല ഗൈസ്, ഇനി എന്തെങ്കിലും കൊടുക്കുന്നത് വരെ ഇങ്ങനെ കിടന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും ആദ്യം കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത തരത്തില്ല. സോ അത് കഴിഞ്ഞിട്ട് നമുക്കും ഫുഡ് കഴിക്കണം. അപ്പോൾ അത്രയുള്ള കേസ്, നമുക്ക് ആ പരിപാടിയിലോട്ട് ആദ്യം പോകാം. നമുക്ക് പതുക്കെ നടന്നു പോവാം. ഇങ്ങനെയൊക്കെയല്ലേ നടന്നു പഠിക്കുന്നത്. ഞാൻ ഇവിടെ തൊജമഞ്ചനുണ്ട്, നമുക്ക് തൊജമഞ്ചൻ്റെ കൊച്ചുണ്ട് കേസ്. അവിടെ കിടക്കട്ടെ, നമുക്ക് വേറെ പണി നോക്കാം. ഓക്കെ, സോ വരൂ, നമുക്ക് പതുക്കെ പോവാം. വാ. ഇതാണ് പൂച്ച ഫുഡ്. ഇത് പട്ടിയുടെ പടം ഉണ്ടെന്നേ ഉള്ളൂ കേസ്. കാരണം നമ്മൾ ഇത് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കിട്ടിയപ്പോൾ ഇത് കിട്ടുന്നേ ഉള്ളൂ. എന്നും ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. പണ്ടത്തെ ടിഫിൻ ബോക്സിൻ്റെ പാത്രമാണ് പൂച്ചയ്ക്ക് അങ്ങ് കൊടുത്ത്. പൂച്ചസാറിൻ്റെ ASMR എടുക്കാൻ വരുന്ന സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാൻ? ഓ ഗായ്സ്, നോക്കൂ, രാവിലെ നമുക്ക് എന്താണ് വിളിക്കുന്നത്. ഗായ്സ്, ലെറ്റ്സ് ലുക്ക് വാട്ട്സ് ഇറ്റ്. നോക്കൂ ഗായ്സ്, നോക്കൂ, കാണോ ഈ പ്രപഞ്ചം. പേരയ്ക്ക ഇവിടെ അതിൻ്റെ പേര ഉണ്ടല്ലോ. പക്ഷെ ഈയിടെയായിട്ട് പേരയ്ക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും. പൊതുവെ എനിക്കിപ്പോൾ എന്താ പറയാ, കാലൊക്കെ പറ്റുമായിരുന്നെങ്കിൽ. ഇവിടെ നടത്തിട്ടാണ് പോയത്. അയ്യോ സോ സാഡ് ന്യൂസ്. ഇവരെന്നെ പൂട്ടി താക്കോലം കൊണ്ട് പോയി ഗൈസ്. അല്ലെങ്കിൽ ഞാൻ മുന്നേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം ഇപ്പം അതിന് നിവൃത്തിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഇന്നൊന്നും പോകാനൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അതെല്ലാം കൂടെ കൊളാബ്രിക്കേഷനൊക്കെ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ എനിക്ക് അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ എണ്ണ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഗായ്സ്, നോക്ക്, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട തൊജമഞ്ചൻ. നോക്ക്, കണ്ടോ?
ഭയങ്കര കാര്യമാണ്. ഞാൻ തൊറ്റമഞ്ചനെന്ന് വിളിക്കുമ്പോഴേ കണ്ടമ്പഴി ഓടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് ഗോയ്സിട്ട് തൊറ്റമഞ്ചനെ നോക്കും നിങ്ങൾ. തൊറ്റമഞ്ചൻ സേ ഹായ് ഹായ്. നമ്മുടെ പൊന്നാണ് കേട്ടോ, നമ്മുടെ പൊന്നാണ്. ഓക്കെ ഗൈസ്, നമുക്ക് തൊറ്റമഞ്ചനെ റിലീസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുക്കാം തൊറ്റമഞ്ചൻ്റെ കൊച്ചായ കുഞ്ഞിക്കിടുതാപ്പ്. ഓക്കെ, സോ ഭയങ്കര ഇതാണ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്, അതാണ് കിടുതാപ്പ്. നോക്ക് ഗൈസ്, വാട്ട്മാൻ കിടന്നുറങ്ങുമായിരുന്നു, പാവമുണ്ടല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഇതിൻ്റെ കൈ വളങ്ങിയതാണ്, ജന്മന അങ്ങനെയാണ്, പാവം കച്ചടക്കം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ ഗൈസ്, നോക്ക്, മോ ഉറങ്ങുമായിരുന്നോ? ആന്നോ? പൂച്ചയാന്നോ? ആന്നോ? അതാണ് കിടന്നു ഗൈസ്. അപ്പം നമുക്ക് ഇതിനെ കിടത്തി ഉറക്കിയിട്ട് തിരിച്ചവിടെ തന്നെ വെച്ചാൽ മതി, കിടന്നുറങ്ങിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് എന്താണെന്ന് കഴിക്കാൻ? യെസ് ഗൈസ്, നമുക്കിന്ന് മൈദ ദോശയാണ് കഴിക്കുന്നത്. സുട് മൈദ ദോശ. നമുക്ക് സുട് മൈദ ദോശ കഴിയാം ഗൈസ്. ഗൈസ്, നമുക്ക് സുട് മൈദ ദോശയുടെ കൂടെ കഴിക്കും. നമുക്ക് ഉള്ളിച്ചമ്മന്തിയാണ് ഉള്ളത് ഗൈസ്. നല്ല ടേസ്റ്റ് വായി കൊടുക്കും. അപ്പോൾ ഗൈസ്, ഏകദേശം ഒരു മാസമായിട്ട് എൻ്റെ കൂടെ കൂടിയേക്കുന്ന ഐറ്റംസാണിത്. മരുന്നുകൾ, അതായത് വേദനയ്ക്കുള്ളത്, നീര് വലിയന, അങ്ങനത്തെ ഉള്ള മരുന്നുകളൊക്കെയാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ മരുന്നുണ്ട്, അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുന്നുണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ബോറടിക്കുമ്പോഴൊക്കെ ഉള്ള മെയിൻ പരിപാടി ഫുഡ് അടി. അതെ, പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ഒരിക്കലും മീൽസ് ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല. സോ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചുള്ള മെയിൻ കലാപരിപാടി എന്നാ വെച്ചാൽ ഒന്ന് കിടക്കുക, ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കുക, ക്ഷീണവും തീർക്കാം ഫുഡൊക്കെ കഴിച്ചതിൻ്റെ. പിന്നെ നോട്ട് പോയി നമുക്കിപ്പോൾ മുന്നത്തെ പോലെ ഫുൾ ടൈം കിടക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മുട്ടൊക്കെ മടക്കാൻ നോക്കണം. സോ ഞാൻ വിചാരിച്ചു മുട്ടൊക്കെ ഒന്ന് കുറച്ച് മടക്കാൻ നോക്കാം. എനിക്ക് അങ്ങനെ ഇപ്പം മറ്റേ മുട്ട മടക്കുന്ന പോലെ എനിക്കിത് മടക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ കൈവച്ച് സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ വരെ ഞാൻ കാലിലാണെങ്കിൽ മറ്റേ വേറൊരു സംഭവം ഇട്ടുകൊണ്ടിരുന്നത്, അതിലിപ്പോൾ കമ്പി, അപ്പം നമുക്ക് മുട്ടൊന്നും മടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട മടക്കാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ ഇത് വേണം നമ്മളിനി ഇട്ടുകൊണ്ട് നടക്കാൻ കുറേ നാളത്തേക്ക്. അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് തന്നെ മടക്കാനൊക്കെ ആദ്യം നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടിയിലാണ്. പിന്നെ ഇത് കാണുന്ന പോലെ വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ചുടുന്നില്ല, അത്ര ടീം എന്ന് പറഞ്ഞ് എളുപ്പമായിട്ട് കിട്ടുന്ന പരിപാടികൾ കേട്ടോ. നല്ല വേദനയുണ്ട് എനിക്ക്, അതായത് മുട്ടിൻ്റെ ബാക്കിലായിട്ട് എനിക്ക് നല്ല വേദനയുണ്ട്. ഇതിട്ടോടാണ് ചെയ്യുന്നതെങ്കിൽ പോലും. പിന്നെ ഈ വീഡിയോക്കകത്തെ പോലെ അത്ര സ്പീഡായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടതാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാനുണ്ട്, സോ അതുണ്ടാക്കുമായിരുന്നു. നോക്ക് ഗൈസ്, പുറത്തെന്താന്ന് എൻ്റെ അമ്മേ, മഴയും വെയിലും. കുറുക്കൻ്റെയും കോഴിൻ്റെയും കല്യാണമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയൊക്കെ കഴിയുമ്പോൾ തന്നെ ഉച്ചരയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പം നമ്മുടെ മെയിൻ പരിപാടി അടുത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാൻ. അപ്പം നമുക്ക് മേളിൽ നിന്ന് മമ്മി, അതായത് എൻ്റെ അമ്മ വീട് മേളിലുണ്ട്, മമ്മിയാണെങ്കിൽ ഫുഡ് കൊണ്ടുവന്നിരുന്നു, പട്ടിക്ക് എനിക്കൊക്കെയുള്ള ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ ഞാനതിരുന്ന് കഴിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മൾ കുറേ നേരം ഫോണിൽ കുത്തിക്കൊണ്ട് കിടന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുളിക്കാൻ വിചാരിച്ചു. 2 നേരം ഒന്നും കുളിക്കാൻ പറ്റത്തില്ല. സോ ഒരു നേരം ജസ്റ്റ് ഒന്ന് മേല് മാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മേല് കഴുകുന്ന സമയത്ത് മാത്രമേ അഴിച്ചു വയ്ക്കാറുള്ളൂ. ബാക്കി അല്ലാത്ത സമയം ഫുള്ള് നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമ്മളത് കാലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇച്ചിരി ഒരു നീര് കുറവുണ്ടെങ്കിലും എന്നാലും നീരുണ്ട് എപ്പോഴും. സോ നമുക്കിനി എന്തായാലും ഒന്ന് പോയി വേഗം പോയി നമുക്ക് ഓടിപ്പോയി കുളിച്ചിട്ട് വരാം ഗൈസ്. A few moments later. ഓക്കെ ഗൈസ്, അപ്പോൾ കുളിച്ച് വന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്ത് കെട്ടണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇത് കെട്ടാൻ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. സോ ഇത് ഫുൾ ടൈം നമ്മൾ കെട്ടിക്കൊണ്ട് വേണം നടക്കാൻ. ഓക്കെ ഗൈസ്, ഓൾ പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് പോകാം, താഴത്തേക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ
അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സോറി ഇതൊന്ന് കത്തിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇന്ന് കണ്ട സാധനങ്ങൾ നമുക്ക് വാരിയിടാം. ഓക്കെ, എൻ്റെ ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ മണക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി ഇതിനകത്തിട്ട് നമുക്കത് ആദ്യം കത്തിച്ചിടണം. എന്നിട്ട് നമ്മൾ പുക വരുമ്പോൾ നമുക്ക് ഈ സുന ഇടാം ഗൈസ്, ഈ സുന. അപ്പോൾ നമുക്ക് കത്തിക്കാം ഗൈസ്. നമ്മളൊന്ന് കത്തിക്കും. നമ്മളൊന്ന് A few moments later. ഞാൻ ഇവിടെ കുറേ ഒരു ചിരട്ട ഞാൻ തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. അത് കത്തി വരുമ്പോൾ അടിയിൽ ഓൾറെഡി കുറച്ച് ചിരട്ട ഞാൻ ഓൾറെഡി മുന്നേ കത്തിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ലെറ്റ്സ് വെയിറ്റ്. A few moments later. നിങ്ങൾ പറ, ഇച്ചിരി കത്താൻ വേണ്ടി ഞാൻ മണ്ണെണ്ണ ഒഴിച്ചൊരു തെറ്റാണോ? അതിനിത് പാത്രമേ മാറ്റി. ഇനി നമുക്ക് കത്തിക്കാം. അത് ഞാൻ പൊട്ടിച്ചതാ. ഇതാ ഇതോ ആ ചിരട്ടയുടെ മണ്ടയ്ക്ക് വെച്ചാൽ ഇതാണ് മണം വരുന്ന സാധനം. കത്തുന്ന എവിടാന്ന് ഇപ്പൊ എങ്ങനെ? അയ്യോ പുതിയ കത്തി കത്തി. അയ്യോ എവിടെ നീ വെക്കണ്ട ചേട്ടാ, തീ കത്തുവേ. നമുക്ക് പഴം പോലെ ഇരിക്കുന്ന പഴംപൊരി വട തൊളയിട്ട് ഉള്ളിവട അല്ല ഉള്ളിവട. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി അടുത്ത് എന്താണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഡിന്നറിന് നമുക്കിന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. അവസാനം ഈ ഒറ്റക്കാലിലുള്ള ഞാൻ ഒത്തി നടന്ന് എന്നെ കൊണ്ട് എടുക്കാവുന്ന രീതിയിലെല്ലാം കൂടെ വീഡിയോ എടുത്ത് വന്നപ്പോൾ അവസാനം ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണോ വാട്ട് ഇൻ മൈ ഡേ ആണോ എന്ന് എനിക്ക് തന്നെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയാം. എന്തായാലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ഒരു സംതൃപ്തിയൊക്കെ തോന്നി. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഇങ്ങനെ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ ചീപ്പി ഇങ്ങനെ പിന്നെ ഞാൻ വെക്കുക. അത്രേ ഉള്ളൂ ഗൈസ് ഒരു ഡേ എന്ന് പറഞ്ഞാൽ. അപ്പം ഗൈസ് ഇത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ഐ മീൻ കാല് വയ്യാത്തതുകൊണ്ട് കൂടെയാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും അല്ലെങ്കിലും വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇത്രയൊക്കെ ഉള്ളൂ. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം എന്തൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഇരുന്നപ്പം ഈ കാലം വയ്യാതെ അഹങ്കാരമൊക്കെ കാണിക്കണമെന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്നും അടുത്തപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി എടുത്തു. അപ്പം ഇപ്പം അതിന് ലൈക്ക് ഫുള്ളി എനിക്ക് പറ്റത്തില്ലെങ്കിൽ പോലും അതിനുള്ള സാഹചര്യമൊക്കെ ഏകദേശം ഒത്തു വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാനത് സാഹസികമായി പ്രവർത്തിച്ച് ഈ വീഡിയോ എടുത്തതിൽ എനിക്ക് എന്നോട് തന്നെ വലിയ അഭിമാനം തോന്നുന്നു ഗൈസ്. അപ്പം അങ്ങനെയല്ല, ലൈക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കാരണം ഇത്രയും ദിവസം കിടക്കുമായിരുന്നല്ലോ, അതൊക്കെ കൊണ്ട്. അപ്പം സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.